അപ്പനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നമ്മളൊക്കെ സ്വപ്നം കണ്ടതുപോലെ ഒരു ദിവസം പോലും എനിക്ക്. താനിപ്പോ കൂടുതലായിട്ടൊന്നും ആലോചിക്കണ്ട. ജസ്റ്റ് റിലാക്സ്, സമാധാനമായിട്ട് കിടക്കുക. ഈ നാടെന്താ അവസ്ഥ നന്നാവാത്തെ? നന്നാവാൻ എന്താ ആരും സമ്മതിക്കാത്തെ? തോറ്റുപോയി ഔസേപ്പച്ച, ഞാൻ തോറ്റുപോയി. കുറുപ്പേ, ഔസേപ്പച്ച, എന്തോ എന്റെ കുഞ്ഞുങ്ങള്. കുറുപ്പേ, കുഞ്ഞ് കുറുപ്പേ, 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 കുറുപ്പേ. നമസ്കാരം. മുഖ്യമന്ത്രി ജനാർദ്ദനക്കുറുപ്പ് അന്തരിച്ചു. NPCCയുടെ ഏകോപന സമിതി മീറ്റിംഗിലുണ്ടായ സംഘർഷം മനംനൊന്ത് കുഴഞ്ഞു വീണ അദ്ദേഹം ഹൃദയാഘാതം മൂലമാണ് മരിച്ചത്. പണം കിട്ടിയ പിന്നെ പുല്ലുതൊട്ടിയില്ല പട്ടിയെ പോലെ തിന്നത്തൂല്ല തീറ്റിക്കത്തൂല്ല എന്ന് പറഞ്ഞു പണങ്ങാടുത്ത മോൻ ചത്തു മലച്ചവന്റെ ചാവടയന്ത്രം ആഘോഷിച്ചിട്ട് ചാണ്ടിക്കിനി വിശ്രമമുള്ളൂ. കുറുപ്പത്തിയും വടിയായതോടു കൂടി ഇനി പിന്നിനു കുത്തി എന്ന് മേനോൻജി പരാതി പറയില്ലല്ലോ. പിന്നിനു കുത്തി നല്ല പശുപതി, പിന്നീന്ന് കുത്തിയെന്ന് മേനോൻജി പറയാറ്. ജറൂർ ഭായ്, ഇവിടെ എല്ലാവരും അത് സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക. എല്ലാം ഉടനെ കലങ്ങി തെളിയും. പിന്നെ നമ്മുടെ കയ്യിലല്ലേ. ഓക്കെ ഓക്കെ, നമ്മുടെ ബഹുമാന്യനായ മുഖ്യന്റെ ഭൗതിക ശരീരത്തിൽ അമീർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പേരിൽ വീരോചിതമായ റീത്ത് തന്നെയല്ലേ വെച്ചതെന്ന് തിരക്കാൻ വിളിച്ചത് അമീർ ഭായ്. ജനാർദ്ദനക്കുറുപ്പിന്റെ തേരോട്ടത്തിൽ ഭായിക്കും ഉണ്ടായിരുന്നു അല്പം ടെൻഷൻ. ഇനിയിപ്പോ നമ്മൾ തന്നെയല്ലേ ഭരിക്കാൻ പോണത്, പിന്നെ ഭായിക്ക് എന്തൊരു ടെൻഷൻ. എന്റെ നൂറുദീനെ, ഈ സന്തോഷം പങ്കുവയ്ക്കാനെങ്കിലും താരൊരെണ്ണം അടിക്കണോ? നോ, ഇതുപോലെ കൂട്ടിയിടിച്ച് പിന്മാറുന്ന ക്ലാസുകളിലെ കളറുള്ള വെള്ളത്തിലല്ല, പൊളിറ്റിക്കൽ പവർ എന്ന കലക്കവെള്ളത്തിലാണ് നൂറുദീന്റെ ലഹരി. കലക്കവെള്ളത്തിൽ അങ്ങനെ കൈയിട്ടിളക്കി അധികാരമെന്ന മീനിനെ പിടിച്ചൊതുക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് മറ്റെവിടെയും കിട്ടില്ലടോ. ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കണ്ട, എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്താനുള്ള വഴി നോക്കാം. ഒന്ന് നിർത്തണോ? ഇലക്ഷൻ നടത്താൻ ഒതുങ്ങി ഇറങ്ങിയിരിക്കുന്നു എംപോക്കെകള്. ഇലക്ഷനെ നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ കെട്ടിവെച്ച കാശെങ്കിലും തിരിച്ചു പിടിക്കാമെന്ന് ഉറപ്പുള്ള എത്ര മഹാന്മാരുണ്ട് ഈ കൂട്ടത്തില്. ഗ്രൂപ്പ് കളിച്ചും തിണ്ണവിടക്ക് കാണിച്ചും ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത് പോലെ അത്ര എളുപ്പമാവില്ല ഭരണത്തിലേക്കുള്ള കയറ്റം. നൂറുദിനെ, കൂട്ടലുകളും കിടക്കലുകളും തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഹൈക്കമാൻഡ്, the final decision comes from there. ഈ മന്ത്രിസഭ തകർന്നു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഇത് നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാ ഹൈക്കമാൻഡ്. അതുകൊണ്ട് ആദ്യം അവരുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്തു വേണമെന്ന്.
നമസ്കാരം. 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 ഹലോ ഔസേബ് ജി, കൈസാ ഹേ? ഫൈൻ. ഇറ്റ്സ് എ പ്ലസന്റ് സർപ്രൈസ് യാദവ് ജി. ഹൈക്കമാൻഡും പാർട്ടിയിലെ സീനിയർ പ്രവർത്തകരും മുൻപ് പലതവണ റിക്വസ്റ്റ് ചെയ്ത അതേ ആവശ്യമായി തന്നെയാ ഞങ്ങളുടെ ഈ വരവ്. അന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ള സാറിന്റെ തീരുമാനത്തെ അതേ അർത്ഥത്തിൽ ഹൈക്കമാൻഡ് അംഗീകരിച്ചതുവാ. പക്ഷെ ഇപ്പോ ഔസേബ് ജി, യു നോ ദ കേരള പൊസിഷൻ. സിറ്റുവേഷൻ ഇസ് വെരി ക്രിട്ടിക്കൽ. കുറുപ്പ് സാറിന്റെ മരണം മുതൽ തുടങ്ങിയ ചർച്ചകളാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. കേശവമേനോനും മകനും കൂട്ടുകക്ഷികളുമാണെന്ന് മാഡത്തിന് വ്യക്തമായി കഴിഞ്ഞു. എന്റെ തലയിലിരിക്കുന്ന താൽക്കാലിക മുഖ്യമന്ത്രി എന്ന പദവി തള്ളി താഴെയിടാൻ കേശവമേനോനും കൂട്ടർക്കും വളരെ പെട്ടെന്ന് കഴിയും. ഔസേബ് ജി, प्लीज टेक गुड डिसीजन. जी हाँ औसेफ जी, अगर इसी तरह जाएगा तो केरल में हमारा पार्टी पूरा बर्बाद हो जाएगा. സർ പ്ലീസ്, പറ്റില്ലെന്ന് പറയരുത്. ഈ മണ്ണിൽ ജനാധിപത്യ പാർട്ടിയുടെ അവസാന ശ്വാസവും നിലയ്ക്കുമെന്ന് കണ്ട ഒരു കൂട്ടം ദേശസ്നേഹികളുടെ അപേക്ഷയാണിത്. അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണം. ഇനിയുള്ള കാലം അങ്ങ് കേരളം ഭരിക്കണം. ഈ നാടിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അങ്ങ് ആവശ്യപ്പെടുന്നത് എന്തും അനുസരിക്കാനാ ഞങ്ങൾക്ക് ഇട്ടിരിക്കുന്ന ഓർഡർ. വി ആർ റെഡി ടു ഒബേ യുവർ ഓർഡേഴ്സ്, എനിത്തിങ് ആൻഡ് എവരിതിങ്. ആ ഭരണകാലത്തെ ഔസേപ്പച്ചന് മുഖ്യമന്ത്രി കസേര കൊടുത്തേച്ച് നമുക്ക് ആ സ്ഥലത്ത് മുട്ടയും വെച്ചങ്ങ് അടയിരിക്കാം. ഞാൻ എന്നാലും പറഞ്ഞ ചാണ്ടിക്കാനൊക്കെയാണെന്ന് പറയുമല്ലോ. താനങ്ങനെ കിടന്ന് പഠിക്കാതോ. മാളേക്കൽ ഔസേപ്പച്ചനെ കളത്തിലിറക്കി കേരളത്തിലെ ജനാധിപത്യ പാർട്ടിയുടെ ശുദ്ധികലശം നടത്താൻ അങ്ങ് ഡൽഹിയിലെ കോണ കൊടുത്ത വമ്പന്മാരും ഹൈക്കമാൻഡും ചേർന്ന് കച്ചമുറുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അവർക്കൊന്നും ഇതുവരെ പിടികൊടുക്കാതിരുന്ന ഔസേപ്പ് ഈ 75-ാം വയസ്സിൽ അതിന് വഴങ്ങുമെന്ന് വിശ്വസിക്കാൻ മാത്രം വിട്ടിയല്ല ഞാൻ. പക്ഷേ മേനോൻജി, അങ്ങയുടെ ഈ കളരിയിൽ നിന്നും പാഠങ്ങൾ പഠിച്ചെടുത്ത് ജനാർദ്ദന കുറുപ്പിനൊപ്പം കൂടി ധനകാര്യ വകുപ്പ് വരെ കൈക്കലാക്കിയ വരദരാജന്റെ കയ്യിലാണ് ഇപ്പോൾ താൽക്കാലിക മുഖ്യമന്ത്രിയുടെ ചുമതലയെന്നറിയാമല്ലോ. ഔസേപ്പച്ചൻ എന്ന മഹാമേരുവിനെ മുന്നിൽ നിർത്തി വരദരാജൻ കളി തുടങ്ങിയ അത് തന്നെ ചാണ്ടി തൊള്ള തുറന്ന് എഴുന്നള്ളിച്ചത്. ഒന്നും നിർത്തണോ. ഔസേപ്പിനെ മുന്നിൽ നിർത്തി കളിക്കാൻ വരദരാജൻ വളരണമെങ്കിൽ അത് എന്റെയും നിന്റെയും എല്ലാം 16 അടിയത്തിന് കഴിച്ചിട്ട് മതി. ഗീവർഗീസേ, കുറുപ്പിനെ താഴെയിറക്കാൻ മുമ്പ് പ്രയോഗിച്ച ആശകളൊന്നും പോരാ. ഇവിടെ തന്റെയും കോശിയുടെയും കൂടെയുള്ള എല്ലാ എംഎൽഎമാരോടും തയ്യാറായിരുന്നോളാം പറ. മറ്റൊരു നിവൃത്തിയില്ലെങ്കിൽ രാജിവെച്ച് ഇലക്ഷനെ നേരിടാൻ ഒരുങ്ങിക്കോ എല്ലാവരും. കാര്യം എന്നെ രാഷ്ട്രീയത്തിൽ ഇറക്കിയത് MLA ആക്കിയത് മേനോജി തന്നെയാ. പക്ഷെ അതിന്റെ പേരിൽ അടിപിടിന്ന് MLA സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു. അച്ഛനും മോനും വേണ്ടി ഇനിയും നാണം കെടാൻ ഞങ്ങൾക്ക് വയ്യ. ഇക്കണ്ട കാലം അത്രയും ജനാധിപത്യ പാർട്ടിയുടെ ചിഹ്നത്തിൽ തന്നെയാ ഞങ്ങൾ മത്സരിച്ചിട്ടുള്ളതും ജയിച്ചിട്ടുള്ളതും. അന്നൊക്കെ എതിർത്ത് പോകുന്ന പ്രതിപക്ഷത്തിന്റെ തൊഴുത്തിൽ പാർട്ടിയെ കൊണ്ട് കേട്ടാ ഞങ്ങളെ കിട്ടില്ല. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഔസേപ്പച്ചൻ സാറ് നേരിട്ട് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ പ്രതിച്ഛായ തിരിച്ചിട്ടു. ഗീവർഗീസിനോടൊപ്പമുണ്ടെന്ന് പറഞ്ഞ 18 പേരിൽ മന്ത്രി കറിയാച്ചനടക്കം പലരും ഇന്നത്തെ ഈ ഗ്രൂപ്പ് കളിയിൽ മനം മടുത്തിരിക്കുന്നവരാ. സാഹിബിന്റെ പാർട്ടിയുടെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. അവര് മേടത്തെ കണ്ട് നേരിട്ട് ഉറപ്പ് കൊടുത്തിരിക്കുക. നമുക്കിപ്പോ പിടിക്കേണ്ടത് ഘടകകക്ഷികളായ പിള്ളച്ചേട്ടനെയും ഭാരതിയമ്മയാണ്. പല പ്രാവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും രണ്ടാമതൊന്നും ആലോചിക്കാതെ നോ പറഞ്ഞ ഔസേപ്പച്ചന്റെ ഇപ്പോഴത്തെ മൗനം സമ്മതത്തിന്റെ ലക്ഷണം. ഇതിന്റെ പേരിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏത് ഡിമാൻഡും അംഗീകരിക്കാനാ മാഡം എന്നോട് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഔസേപ്പച്ചൻ നമ്മളെ കൈവിടില്ല, അതെനിക്ക് ഉറപ്പാണ്. നമ്മളൊക്കെ സ്വപ്നം കണ്ടതുപോലെ ഒരു ദിവസം പോലും എനിക്ക് ഞാൻ തോറ്റുപോയി. ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായപ്പോഴൊക്കെയും നോ എന്ന് പറയാൻ എനിക്കായിട്ടുള്ളൂ. ഇവിടെയും ഞാൻ അത് തന്നെ പറഞ്ഞാൽ എന്റെ കുറുപ്പിന്റെ ആത്മാവ് പോലും വേദനിക്കും. ഊർജ്ജസ്വലനായ ഒരു മുഖ്യമന്ത്രിയാണ് പാർട്ടിയുടെ ഇന്നത്തെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫിസിക്കലി ഐ ആം അൺഫിറ്റ്. എന്നെ വിശ്വസിച്ചാണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എന്റെ വാക്കുകളും നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും.
കവചകുണ്ടലം ധരിച്ച കർണവേഷം കിട്ടാനോ ഗാന്ധീവധാരിയായ അർജുന വേഷം കിട്ടാനോ ഇന്നത്തെ എൻ്റെ ഈ പ്രായം അനുവദിക്കില്ല. പകരം പാർത്ഥസാരഥിയുടെ വേഷം വേണമെങ്കിൽ കിട്ടാം. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വേഷം എന്റെ മകൻ തൊമ്മി അണിയണം. എന്റെ വാക്കുകൾ അംഗീകരിക്കാവുന്നതാണെങ്കിൽ യു ക്യാൻ ടേക്ക് ദി ഫൈനൽ ഡിസിഷൻ.